ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യാം അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ 2 ചില്ല് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ നിന്ന് സ്പ്രേ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതായത് സ്പ്രേ ബോട്ടിൽ, നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്പ്രേ ബോട്ടിൽ. അത് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടാവും ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ആ പാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പെയിൻറ്റ് ഒലിച്ചു പോയതുണ്ടാവില്ല. പിന്നെ ശേഷം പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ പിടിക്കുമ്പോൾ അടർന്നു പോരുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സ്പ്രേ വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ വൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. 400 ml സ്പ്രേ ബോട്ടിലാണ്. അതിൻ്റെ മാറ്റ് വൈറ്റാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആർക്കും ചെയ്തെടുക്കുന്നത്. ഷെയ്ക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികം നമുക്ക് ആയാസമല്ലാതെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. നല്ല വൃത്തിയായിരിക്കും കാണാൻ. നമുക്ക് പെയിൻറ്റ് ഒലിച്ചിറങ്ങിയതോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ അടയാളങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് കിട്ടും ബോട്ടിൽ. ഇതുപോലെ ബോട്ടിൽ ഞാൻ മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചില ബ്രഷ് വെച്ച് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് എസ്പെഷ്യലി ബോട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും ബോട്ടിൽ നിങ്ങളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യുക. അത് നിങ്ങളുടെ വർക്കിനെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 ഫ്ലവറാണ് ചെയ്യുന്നത്. 2 ഫ്ലവർ അതിനോട് വെച്ചാൽ ലീഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാദ്യം ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കളറ് നമുക്ക് കൊടുക്കാം. കളറ് ഞാൻ പോസ്റ്റർ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ പേപ്പർ മാർക്കിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ജസ്റ്റ് പോസ്റ്റർ, ചെറിയ പോസ്റ്റർ കളർ. അതിന് കോയിൽ പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഔട്ടർ ലൈനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നമ്മുടെ ചിലർക്ക് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി ബോട്ടിലാകുമ്പോൾ കൈ ഇങ്ങനെ വിറച്ചിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ ഔട്ട്ലൈനിൽ നിന്ന് പുറത്ത് പോകുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്കെച്ച് ചെയ്ത് നമ്മൾ അപ്പം അതിനുള്ളിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിരിക്കും. അതുപോലെ ഈ സ്പ്രേ പെയിൻറ്റ് ചെയ്താലുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തറയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കിതുപോലെ തറയിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പിടിക്കുക ഇതൊക്കെ ആകുമ്പോൾ ആ പെയിൻറ്റ് അവിടെ നിന്ന് ഇളകിപ്പോരില്ല. നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബോട്ടിൽ പിടിക്കേണ്ടതായിട്ടൊക്കെ പിടിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുക ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്ത ആ ഭാഗത്തൊക്കെ അവിടുത്തെ പെയിൻ്റ് അടർന്നു പോരുക. അപ്പോൾ നമുക്കത് അവിടെ ഒരു രണ്ടാമത് നമുക്ക് ഒരു ടച്ചപ്പ് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നുക.
ഇങ്ങനെ സ്പ്രേ വെച്ച് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ വെച്ച് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഇലകളും അതിൻ്റെ വള്ളികളൊക്കെയാണ് പച്ച കളർ വെച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ജസ്റ്റ് അതിൻ്റെ കളർ ചെയ്യുമ്പോൾ. ഇതിനിപ്പോൾ ഫസ്റ്റ് കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഷാർപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ രൂപം വരും ഫസ്റ്റ് കോട്ട് മാത്രം ചെയ്യുമ്പോൾ. ഇനി സെക്കൻഡ് കോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഫ്ലവറിനൊക്കെ കുറച്ച് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കുക. കാണാൻ കുറച്ചും കൂടെ ഒരു നമ്മുടെ പെർഫെക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഈ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്കർ വെച്ച് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അധികം റിസ്ക് ഇല്ലാതെ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.